മനുഷ്യൻ്റെ ഉള്ളിലും ഒരു കഥയുണ്ടെന്നും ഓരോ മനുഷ്യനും ഓരോ വാർത്തകളാണെന്നും ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അതുപോലൊരു കുഞ്ഞു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് കൊല്ലം ആയൂർ ഭാഗത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ കണ്ടതാണ് കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കേട്ടോ. ഞാൻ ആളോട് സംസാരിച്ചു. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. സ്കൂളിൽ പോയില്ല, പക്ഷേ ലോട്ടറി വിൽക്കാനായിട്ട് അമ്മയെ സഹായിക്കുകയാണ്. ശരിക്കും ഭയങ്കര സങ്കടം തോന്നി അവളുടെ ആ ഒരു നിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് പറയുന്നത് കേൾക്കാമെന്ന് കരുതി. പക്ഷേ ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കേൾക്കും. അതുകൊണ്ട് 1 മാസത്തെ വിധവ പെൻഷൻ കൊണ്ട് തുടങ്ങി ആ കച്ചവടം അങ്ങ് പൊട്ടിയപ്പോഴത്തേനും കടം അഞ്ചൽ ഹരിഹര വിജയൻ എന്ന് പറഞ്ഞൊരു മുതലാളി 120 ടിക്കറ്റ് കടം തരും. ആ ടിക്കറ്റ് വെച്ച് ഞങ്ങൾ അന്നേ ദിവസത്തെ ഞങ്ങളുടെ അന്നം മുമ്പോട്ട് അതിന് തന്നെ തികയുന്നില്ല. ടിക്കറ്റ് എടുക്കാനൊക്കെ ആൾക്കാർക്ക് ഇപ്പം മടിയാമേ. പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ കരഞ്ഞതായി ടിക്കറ്റ് വിൽക്കാത്തോണ്ട്. സത്യമോ മരിക്കണമെന്ന് വരെ വിചാരിക്കും. കാര്യം ജീവിതമാർഗം ആയതുകൊണ്ട് ഈ 2 മക്കളില്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും പോയങ്ങ് തീരാന്ന് വിചാരിക്കും. അവർക്ക് കൊല്ലാൻ പറ്റുമോ? ഞാൻ മരിക്കാൻ പറ്റുമോ? അവർക്കാരുണ്ട്? ഇതിനകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസ. എനിക്കൊട്ടും വയ്യ. പുല്ലൂർ ആശുപത്രി ചെക്കപ്പിന് ഞാൻ തുണ്ട് വന്നു ഡോക്ടർ. അതും കൊണ്ട് നടക്കുക. അതിന് പോലും പോകാൻ പറ്റുന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് വീഴൊരു പ്രൈസ്, നാളെ വീഴൊരു പ്രൈസ്. ആ വീഴുമ്പം പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്കിത് പ്രതീക്ഷിക്കേണ്ടായിരിക്കും. ജീവിതമാർഗം ആയതുകൊണ്ട് മറ്റൊരു ജോലി ചെയ്യാനും വയ്യ. എന്താ ചെയ്യും? എൻ്റെ ഒരൊറ്റ ഇതിനകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ ഞങ്ങളുടെ 3 നേരം ചിലവ്, അവരുടെ വണ്ടിക്കൂലി, അവരുടെ ഡ്രസ്സ്, ഇതെല്ലാം ഇതിനകത്ത് നിന്നാണ് കേൾക്കുന്നത്. എന്നെ കൊണ്ടൊരു വഴി നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ നോക്കിയിട്ട് ഒറ്റ മരുന്ന് പറഞ്ഞാൽ 3 പേര് ചാവുക. അതേ ഉള്ള ഇനിത്തെ ജീവിതത്തിൻ്റെ ഒരു പിടുത്തം. 1 or 2 ലോട്ടറി എടുത്ത് നമുക്കവരെ സഹായിക്കാം എന്നല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് 1-2 പേര് വന്നിട്ട് ലോട്ടറി എടുക്കുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടാക്കി. പക്ഷേ അതിനേക്കാൾ സന്തോഷം ഉണ്ടാക്കി അവളുടെ ആ ഒരു ചിരിയാണ്. അവളുടെ ചിരിയായിരുന്നു ശരിക്കും പിന്നീട് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ച് വരുമ്പോഴിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരുന്നത്.